തെറ്റുകാരനാണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ബീരേൻ സിംഗിന് പടിയിറങ്ങാൻ വേണ്ടി വന്നത് 2 വർഷ കാലയളവായിരുന്നു. സർക്കാരില്ലാതെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് തള്ളപ്പെട്ട മണിപ്പൂരിൽ ചില കളികൾ BJP ഇപ്പോൾ മനഃപൂർവ്വം കളിക്കുകയാണ്. കഴിവുകേട് മറച്ചുവെച്ച മണിപ്പൂരിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത വർഗീയ കലാപം ആളിക്കത്തിച്ചതിന് അവർ തന്നെയാണ് കാരണക്കാർ. ഇതായിപ്പോൾ രാഷ്ട്രപതി ഭരണത്തെയും അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ BJP അണിയറയിൽ നടത്തുകയാണ്. മണിപ്പൂരിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനായിട്ട് ഭൂരിപക്ഷം BJP നിയമസഭാ അംഗങ്ങൾക്കിടയിൽ തീവ്രമായ രാഷ്ട്രീയ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ബീരേൻ സിംഗിന് ഒരു പകരക്കാരനെ കണ്ടെത്താൻ കഴിയാതിരുന്ന BJP രാഷ്ട്രപതിയിലേക്ക് നൽകിയ ഭരണം അട്ടിമറിക്കാൻ അവർ തന്നെ ശ്രമിക്കുന്നു എന്നർത്ഥം. ഇതൊരു തരത്തിൽ വിളിച്ചിട്ട് ഊണില്ല എന്ന് പറയുന്ന കണക്കായിപ്പോയി. ഇപ്പോഴും BJPയുടെ ഒരു കളിപ്പാവിയായിട്ട് മാത്രം നിർത്തുന്ന രാഷ്ട്രപതിയെ അവരുടെ പാർട്ടി യാതൊരു വിലയും കൊടുക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഇത്. അങ്ങനെ പല ഉദാഹരണങ്ങളുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് ഇതിനെ കൂടി നമുക്ക് ചേർക്കാം. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനത്ത് കുറഞ്ഞത് 6 മാസത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് നടത്തണം എന്നിരിക്കവെയാണ് ഭരണം പ്രഖ്യാപിച്ച് 2 ആഴ്ചയും മുൻപുള്ള ഈ നീക്കം നടന്നത്. മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്ന് പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ BJP നിയമസഭാ അംഗങ്ങളിൽ ഒരു വിഭാഗം പാർട്ടി ഓഫീസിൽ ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് ശാരദയുമായി കൂടിക്കാഴ്ച നടത്തും. ഒരുപക്ഷെ ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടായാൽ മണിപ്പൂർ ലോക്സഭാ സീറ്റ് കോൺഗ്രസ് എടുത്ത പോലെ നിയമസഭാ സീറ്റും കൈവിടുമെന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാകാം ഈ ധൃതി പിടിച്ചുള്ള നീക്കം എന്നും കണക്കാക്കാം. ഇനിയൊരു തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ BJPക്കെതിരെ മണിപ്പൂർ കുത്തുമെന്നതാണ് സത്യം. ആ സത്യത്തെ മറക്കാനാണിപ്പോൾ അവർ ചെയ്തു കൂട്ടുന്നതും. യോഗത്തിന് ശേഷം മുൻ മന്ത്രി യുംനാം ഖേചന്ദ് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ എല്ലാ BJP MLA-മാരുടെയും സംയുക്ത യോഗം ഉടൻ വിളിക്കുമെന്നും പറഞ്ഞു. ബീരേൻ സിംഗ് രാജിവെച്ചതിന് ശേഷം MLA-മാർ കൂട്ടായ ചർച്ച നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മുൻപ് ഒരു നേതാവിനെ നിയമിച്ചുകൊണ്ട് BJP MLA-മാർ യോഗം ചേർന്ന് പ്രധാന വിഷയങ്ങളിൽ തീരുമാനമെടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ സംസ്ഥാന പാർട്ടി പ്രസിഡന്റ് നേതൃത്വം ഏറ്റെടുക്കുന്നതോടെ ശാരദയുമായുള്ള കൂടിക്കാഴ്ച ആവശ്യമായിരുന്നുവെന്നും സംയുക്ത ചർച്ച ഉടൻ ഷെഡ്യൂൾ ചെയ്യുമെന്നും സംസ്ഥാനത്തെ നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് വരാനിരിക്കുന്ന സംയുക്ത യോഗത്തിൽ 7 കുക്കി MLA-മാരുടെ പങ്കാളിത്തം സാധ്യതയില്ല എന്നും ഖേംചന്ദ് അഭിപ്രായപ്പെട്ടു. സർക്കാരിലേക്ക് പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം അഭിപ്രായപ്പെടുകയായിരുന്നു. കേന്ദ്ര നേതാക്കൾ അത് തീരുമാനിക്കട്ടെ എന്ന് മണിപ്പൂരിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ BJPയുടെ സംയുക്ത യോഗത്തിലേക്കാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാവി നേതൃത്വവും സ്ഥിരതയും നിർണ്ണയിക്കുന്നതിൽ അത് നിർണായക പങ്ക് വഹിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. യോഗം ചേർന്നതെല്ലാം പരാജയപ്പെട്ടിട്ടും രാഷ്ട്രപതിക്ക് ഭരണം കൊടുത്തിട്ടും പിന്നെ എന്തിന് ഈ തീരുമാനം അല്ലെങ്കിൽ ഈ യോഗം ചേരൽ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം.